ഹലോ എവരി വൺ, നമുക്കിന്ന് സിമന്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സൗണ്ട്നെസ് ഓഫ് സിമന്റ് ഈസ് ടെസ്റ്റഡ് ബൈ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സൗണ്ട്നെസ് ഓഫ് സിമന്റ് ഈസ് ടെസ്റ്റഡ് ബൈ. സിമന്റിന്റെ ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ എ ലേഷാറ്റ്ലിയർ അപ്പാരറ്റസ്, ഓപ്ഷൻ ബി വിക്കറ്റ് അപ്പാരറ്റസ്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ബ്രിക്കറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിമന്റിന്റെ സൗണ്ട്നെസ് ആണ്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ സിമന്റ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു എബിലിറ്റിയാണ് നമ്മൾ സൗണ്ട്നെസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ലിമിറ്റിലേറെ ആയിക്കഴിഞ്ഞാൽ സിമന്റിന് ഒരു ഡീമെരിറ്റ് ആണ്. അപ്പൊ നമുക്ക് സൗണ്ട്നെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനുപയോഗിക്കുന്നു? കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വിക്കറ്റ് അപ്പാരറ്റസ്. അതുപോലെ തന്നെ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാൻ, ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റും ഏത് തന്നെയാണ്? വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. എങ്കിൽ ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ബ്രിക്കറ്റ് ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നു? നമുക്ക് കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഓപ്ഷൻ ഡി കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ. നമ്മൾ അതിനകത്ത് ക്യൂബ് ആണ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് സിമന്റിന്റെ സൗണ്ട്നെസ് ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ആണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വിക്കറ്റ് അപ്പാരറ്റസ്. ഓക്കെ, താങ്ക് യു.